ഹായ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയിൽ ഫുഡ് അല്ലാതെ വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാനാണ്. വേറെ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ ഉള്ളത് മെയിൻ ആയിട്ടുള്ളത് കോഴിക്കോട് ഐറ്റംസ് ആണ്. പഴംപൊരി ഉണ്ട്, ചിക്കൻ കട്ട്ലറ്റ് ഉണ്ട്, ചിക്കൻ സമൂസ ഉണ്ട്, ഇറച്ചിക്കോട്ടി ഉണ്ട്, പഴം നിറച്ചതുണ്ട്, ചായ, കോഫി, ബൂസ്റ്റ്, ബ്രെഡ് റോസ്റ്റ്, കിളിക്കൂട്, അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ആണ് ഉള്ളത് ഇവിടെ. ഇത് വേണ്ട, പഴംപൊരി ഉണ്ട്. ഇത് കിളിക്കൂടല്ലേ ചേച്ചി? ഇത് പഴം നിറച്ചത് അല്ലേ? ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം കൂപ്പൺ എടുക്കണം കേട്ടോ. അവിടെ പോയിട്ട് കൂപ്പൺ എടുക്കണം. കൂപ്പൺ എടുത്താലേ നമുക്ക് അവിടെ നടക്കുള്ളൂ. നമുക്കൊരു ചായന്ന് ആദ്യം തുടങ്ങാം. ചേച്ചി 2 ചായ. താങ്ക് യു. ഇതാണ് കൂപ്പൺ. ചായ പിടിക്കാനുള്ള പരിപാടിയാണ്. 40 ഉണ്ടോ? ബാക്കി 20 നമുക്ക് തിരിച്ചിട്ടിരിക്കുന്നു. ചേച്ചി 2 ചായ. ആ, തൊട്ടപ്പുറം തന്നെ പച്ചമാങ്ങ ജ്യൂസ് ഉണ്ട് കേട്ടോ. പിന്നെ അവരുടെ തന്നെ വെറൈറ്റി ഐറ്റംസ് ഒരുപാടുണ്ട്. ജ്യൂസ് ഐറ്റംസ് ഉണ്ട്, പപ്പായ ഉണ്ട്, മുന്തിരി ഉണ്ട്, ഹണി ഉണ്ട്, മുസമ്പി ഉണ്ട്. ഇത് അവിടെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് പായസം വെക്കുന്നുണ്ട്. മുളയരി പായസം ഉണ്ട്, പാലട ഉണ്ട്, അടപ്രഥമൻ. ഇന്നത്തെ സ്പെഷ്യലി അവിടെ കാണുന്ന, ഇന്നലെ ഞങ്ങൾ അടപ്രഥമൻ ട്രൈ ചെയ്തത്. അടിപൊളി സാധനമായിരുന്നു കേട്ടോ. 50 രൂപയാണ് സാധനം, അടിപൊളിയാണ്. നമ്മുടെ ചായ ഇവിടെ റെഡി ആവുന്നുണ്ട്. ചായ എടുത്തോളൂ, കുഴപ്പമില്ല. അപ്പൊ ചായ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടെ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഒരു ബിസ്മി കുടുംബശ്രീയുടെ ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ ചേച്ചി അവിടെ എന്ത് ഉണ്ടാക്കണം നോക്കാം. ഇതെന്താ ഉണ്ടാക്കണേ ചേച്ചി? ചിക്കൻ കറി. ചേച്ചിയുടെ പേരാ? ഇത് കോംബോ ആണത്. 2 ഭട്ടൂര, 2 നൈസ് പത്തിരി, 2 ചപ്പാത്തി, ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ കറി. 200 രൂപ ഈ ഇത്ര കോംബോക്ക് അല്ലേ? ഇത് ചിക്കൻ ഫ്രൈ അല്ലേ? ഇത് കൊണ്ടാട്ടം. നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളിലേക്ക് പോകുമ്പോ ഇവിടെ ബിരിയാണിക്ക് വേണ്ടി അടി ഉണ്ടാക്കേണ്ടത് കാണാം. അത്രയും തിരക്കാണ് ഇവിടെ. കേട്ടാ എങ്ങനെയുണ്ട്? ബിരിയാണി അല്ലേ? ചിക്കൻ ബിരിയാണി. എന്റെ പേരെന്താ? ആ പേര് പറ. നാണോ എപ്പോഴേക്കും ആൾക്കാർ നാളെ ബിരിയാണി കൊടുത്തോണ്ടിരിക്കും. ചിക്കൻ ബിരിയാണി അല്ലേ? ആ, ഓക്കെ. വേഗം കൊടുത്തു. ഈ അച്ഛൻ അവിടെ ഇടി ഉണ്ടാക്കുന്നതല്ലേ കഴിക്കാൻ വേണ്ടിട്ട്. കണ്ട, നിങ്ങളൊന്നും ട്രൈ ചെയ്യണില്ലേ? മേടിച്ചിട്ടുണ്ട്. കോമ്പോ മേടിക്കാനുള്ള പരിപാടിയാണ് അല്ലേ? അവര് കോമ്പോ മേടിക്കണ്ട. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇതിന്റെ കോമ്പോ. ഇവിടെ വേറെ ഐറ്റംസ് ഉണ്ട്. ഫിഷ് കറി മീൽസ് ആണ്, വെജ് മീൽസ് ഉണ്ട്, പിന്നെ ദോശ ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഫുള്ള് വെജാണ് കേട്ടോ. പിന്നെ കൊത്തു പൊറോട്ട, കിഴി പൊറോട്ട കോമ്പോ ഉണ്ട്. പൊറോട്ട, ബീഫ് ഫ്രൈ, ചിക്കൻ കറി 180 ഒരു കോമ്പോ ഉണ്ട്. ഇപ്പുറത്ത് പിള്ളേർക്ക് പറ്റിയ ഐറ്റംസ് ഉണ്ട്. ഇത് വേണ്ട, പോപ്കോൺ ഉണ്ട്, ചീസ് പോപ്കോൺ ഉണ്ട്, ടൊമാറ്റോ, പിന്നെ കാരമൽ പോപ്കോൺ ഉണ്ട്. കാരമൽ പോപ്കോൺ 50 രൂപ കേട്ടോ. ടൊമാറ്റോ, ചീസ്, മസാല, കോട്ടൺ ക്യാൻഡി 40 രൂപ. ഇതെല്ലാം ഒരു ലൈവ് കൂടെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുക. ചേച്ചിയുടെ പേര്? ലില്ലി ചേച്ചിയാണ് ഇത് കംപ്ലീറ്റ് നോക്കണത്. ഹസ്ബൻഡും ഉണ്ട്. എവിടെ തന്നെ? കോതമംഗലം. ഓക്കെ, താങ്ക് യു. ആ, വേറൊരാൾ വന്നിട്ടുണ്ട്. നമ്മളോട് പരിചയപ്പെട്ടാണ്. നേരത്തെ പരിചയപ്പെട്ട ഒരാളാണ്. ചേച്ചിയുടെ എടുത്തു. നമുക്ക് മെയിൻ എൻട്രൻസിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇത്തയാഴ്ച പൊടി അടിച്ചിട്ട് പോയായിരുന്നു. അപ്പൊ ഇത്തയുടെ പേര് നമ്മൾ ചോദിച്ചില്ലായിരുന്നു. ഇത്തയുടെ പേര് ഭീമ. ഇവരുടെയൊക്കെ പേരാ? സെറീന. ആ, നൂർജഹാൻ.
ഈ ആയിരിക്കുന്നവരൊക്കെ അവർക്ക് വേറെ സെക്ഷൻ അല്ലേ? വേറെ. ഓക്കെ, നമുക്ക് മുമ്പിലേക്ക് പോവാം. ഇട്ടരാ. ഇവിടെ വന്നൊരിക്കൽ നമുക്ക് ഇവിടെ ചെടികളുടെ ഒക്കെ ഉണ്ട്. അമൃത ജൈവ പ്ലാന്റ്സ് നഴ്സറി, ചേരാനല്ലൂര്. അവരുടെ പ്രോഡക്റ്റ് ആണ് ഇത്. കണ്ട ഹാങ്ങർ. യൂട്യൂബ് ചാനലാണ്. എന്റെ പേരെന്താ? പ്രസന്നകുമാരി, ചേരാനല്ലൂരിന്നല്ലേ? ഇതെല്ലാം നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് അല്ലല്ലേ? നഴ്സറി സ്വന്തമായിട്ട് നഴ്സറി ഉള്ളതല്ലേ? ചേട്ടന്റെ പേര്? സുകുമാരൻ. രണ്ടുപേരോട് ഒരുമിച്ച് സെറ്റ് ചെയ്യുന്നത്. ഫോട്ടോ ചീൽ ഉണ്ടായിരുന്നല്ലോ? ഓക്കെ. ഇവര് ഫോട്ടോ ചീൽ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ സ്റ്റോൾ ഉണ്ടായിരുന്നു കുടുംബശ്രീയുടെ. അവിടെ ഇവര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് ചട്ടികളും അതിന്റെ ചെടികളും അതിന്റെ സംഭവം എല്ലാം ഉണ്ട്. വളമൊക്കെ എല്ലാം മൊത്തത്തിലുള്ളതല്ലോ? എല്ലാം ഓർഗാനിക് തന്നെ, ഒരു കെമിക്കൽസും ഇല്ല. ആണല്ലേ? കണ്ടാ അതേപോലെ തോന്നുള്ളൂ. ഞാൻ ആദ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് പ്ലാസ്റ്റിക് ചെടി പോലെ ഇരിക്കണേ, പക്ഷെ അടുത്ത നമ്മൾ തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവുള്ളത് ഒറിജിനൽ ആണെന്നുള്ളത്. ഓക്കെ, താങ്ക് യു. നമുക്കിവിടെ അവലോസ് കൊണ്ടൊക്കെ ഉണ്ട്. അവലോസ് കൊണ്ടുണ്ട്, അച്ചാറുണ്ട്, അച്ചപ്പമുണ്ട്. പൊള്ളയിലുള്ള കാച്ചിയല്ല അത്. ഇത് മുഖത്ത് വെക്കണതാ? അപ്പൊ അതെന്ത് എഴുതി വെച്ചിരിക്കുന്നത്? അത് ഇതെന്ത് സാധനം? കുഴി. ഇതൊക്കെ പോവും. ഇതുണ്ടോ സാധനം? കണ്ടോ? മഞ്ചിഷ്ടാതി തൈലം ആണല്ലേ? ഇത് കറുത്ത പാട്, ചുളിവ്, മുഖം വെളുക്കാൻ അങ്ങനെയുള്ള സാധനമാണ്. ഗ്ലോ ആവും. ഇതെല്ലാം നാച്ചുറൽ അല്ലേ? ഇത് ഒരെണ്ണം മേടിക്കേണ്ടി വരും. എന്റെ മുഖത്ത് അതിനും മാത്രം സാധനമുണ്ട്. മേടിക്കുന്നുണ്ട്. ഇതപ്പോ എന്താ? ഒരു പാട് പോലും ഉണ്ടാവില്ല. ഇത് പൊള്ളലിന് പറ്റിയ സാധനം ഉണ്ടോ? മരിയ മെഡിസിൻ ഓയിൽ. ഉള്ളി കഴിഞ്ഞാൽ ഏറ്റവും നേരത്തെ പുകച്ചിലും വേദനയും മാറും. ഉള്ളി പാടുണ്ടാവില്ല. പിന്നെ കടുപ്പ് രോഗിയില് പുറം പൊട്ടുന്ന ഉപയോഗിക്കാം. പിന്നെ ചൂട് കുരുവിന് ഇത് തേച്ച് കുളിക്കാം. ഇത് ഫുൾ ഗ്യാരണ്ടി ആണ്. ഒരു മായവും ചേർത്തിട്ടില്ല, കെമിക്കലും ചേർക്കൂല. പുതിയ പാടൊന്നും ഉണ്ടാവില്ല. ഇതുമായി തന്നെ ഇരിക്കും. അപ്പൊ ഇതെല്ലാം നാച്ചുറലാണ്. നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നും ഉപയോഗിക്കാതെ ഇവര് തന്നെ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. ഇത് ഹെർബൽ ഓയില്. ഇത് മൂന്നാമത്തെ ഐറ്റമാണ്. ഇത് ഒരു ഹെർബൽ ഓയിലാണ്. സ്ഥലത്തൊരു പോയിട്ട് വരാം. ഇവിടെ ഒരാളുടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. ഈ ഫ്ലെക്സിനുള്ള മുടി ഒറിജിനൽ ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയണ്ടേ? അപ്പൊ ആ ഒറിജിനൽ ആള് ഇവിടെ തന്നെ ഉണ്ട്. അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ആള്. ഇവരുടെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഹെയർ പ്രോഡക്ട്സ് ആണ്. അപ്പൊ ആ പ്രോഡക്ട്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത്രയും മുടി വളരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ടേ? നന്നായിട്ട് അറിയാം. ഇതിൽ ഏത് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത്രയും മുടി വന്നത്? ഹെയർ ഓയിൽ. അത് ഏതാണ്? ഇതാണോ? ഇതാണ് സാധനം. ഇതാണ് ആ പ്രോഡക്റ്റ്. ഇത്രയും മുടി വന്നിരിക്കുന്നത്. നോക്കിയേ, ആ ഹെയർ നോക്കിയേ. ആണോ? പിന്നെ വേറെ എന്തൊക്കെ പ്രോഡക്ട്സാ? ഷാമ്പു ഉണ്ട്. പിന്നെ ഹെയർ പാക്ക് ഉണ്ട്. ഇതോ നാച്ചുറൽ ഡൈ ആണ്. ഇൻഡിഗോ പൗഡർ ആണ്. ഓക്കെ. സെക്കൻഡറി ഡൈന്റെ എഫക്ട് ആയിട്ട് ഇതിലല്ലേ? ബ്ലാക്ക് കളർ. വേറെന്തൊക്കെ പിന്നെ ഉള്ളത്? ഫേസ് പാക്ക്. ഫേസ് പാക്ക്. ബേബീസിന് സെപ്പറേറ്റ് ഉണ്ടോ? ന്യൂ ബോൺ തൊട്ടിട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികൾ അവർക്ക് മൈൽഡ് ആയിട്ടുള്ള ഇതായിരിക്കും. തണുപ്പ് അലർജി പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൈൽഡ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ. ന്യൂ ബോൺ തൊട്ട് എത്ര വയസ്സ് വരെ? 6 വയസ്സ് വരെ. ഇത് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. പിന്നെ താളി പൗഡർ. താളി നമ്മുടെ യുവ ചെമ്പരത്തി താളിപ്പ് ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അവർക്ക് ഈ താളിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും അങ്ങനെ അത്ര കിട്ടില്ല. സ്പെഷ്യലാണ് കോളേജുകളിലേക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ കോളേജുകളിൽ കാണുന്നുണ്ടെങ്കിൽ വേറെ മേടിച്ച് ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് നേരെ ഫുഡ് സെക്ഷനിലേക്കാണ്. ഫുഡ് ആയിട്ടുള്ള സ്ക്വാഷ്, പിക്കിൾസ്. ഇതെന്താ? പൈനാപ്പിളാ? പൈനാപ്പിൾ സ്ക്വാഷ്. എത്ര ഉണ്ടാക്കാൻ പറ്റും? ഒരു
ഒരെണ്ണത്തില് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിനാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ സ്ക്വാഷ് എടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ. വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. ഷുഗർ ആഡ് ചെയ്യണ്ട. അതിൽ കിട്ടും. കെമിക്കൽസ് ഒന്നും ചേർക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള സ്ക്വാഷ് ആണ്. തണുത്ത വെള്ളത്തിന്റെ കൂടെ ചേർത്താലാണ് കുറച്ചുകൂടി ടേസ്റ്റ്. പിന്നെയുള്ളത് സാമ്പാർ പൊടി, ചട്നി. സാമ്പാർ പൊടിയോ? ഇത് സ്മെൽ ചെയ്യാൻ വേണ്ടിട്ട് സാമ്പാർ പൊടിയാണ്. സാധനം കൊള്ളാലോ, നല്ല മണമുണ്ട്, അടിപൊളി. സ്മെല്ലൊക്കെ നല്ല പൊട്ടിക്കുമ്പോ തന്നെ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇത് സാമ്പാർ പൊടിയാണേ. സാമ്പാർ പൊടി കൂടാതെ ചട്നി, ചമ്മന്തി പൊടി, ചമ്മന്തി. പിക്കിൾസ്. ഇത് മാംഗോ. ഇതേതാ? നെല്ലിക്ക. ഓക്കെ. നാരങ്ങ. പിക്കിൾസ്, സ്കോഷ് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ ആള് വരുന്നത് റിദിയ ഗ്രൂപ്പിന്റെ ഓണർ തന്നെയല്ലേ? ഓണർ തന്നെയാണ് ഇത്. അതെന്നാ കൊണ്ടാട്ടം? അരി കൊണ്ടാട്ടം. ഇത് കൊണ്ടാട്ടമാണ്. അപ്പൊ ഓക്കെ, പേര് വിദ്യ തന്നെയാണോ? ശ്രീവിദ്യ. അപ്പൊ ശ്രീവിദ്യയുടെ കമ്പനിയാണിത്. ഇവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ തന്നെ പറയേ. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലാണ് കുറച്ച് റീച്ച് ആയിട്ട് നിൽക്കുന്നത്. ഡ്രീം ക്യാച്ചർ ശ്രീകുട്ടൂസ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. എല്ലാ സോഷ്യൽ മീഡിയാസിലും ആ ഒരു പേരാണ്, ഡ്രീം ക്യാച്ചർ ശ്രീകുട്ടൂസ്. ഓക്കെ, താങ്ക് യു. കേക്ക് ഐറ്റംസും കുറച്ച് സാധനങ്ങളും പരിചയപ്പെടാം. കാണാം. ഇതല്ലേ ബ്രൗണീസ് അല്ലേ? ഇത് ബ്രൗണീസ്. ഇത് അതേപോലെ തന്നെ ഫ്രഷ് സ്ട്രോബെറി ഒക്കെ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. അതിന്റെ മുകളിൽ തന്നെ ടോപ്പിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ട്രോബെറീസ് ആണ്. ഇതൊക്കെ ഏതാ സാധനങ്ങള്? ഈ ഫ്ലേവേഴ്സ് കുൽഫി ഫ്ലേവറാണ്. ഇത് ബ്രൗണീസ് ആണ്. ബ്രൗണി നോക്കി ആണല്ലേ? എവിടെ സ്ഥലം വരുന്നത്? ഞാൻ ട്രൈ ചെയ്തായിരുന്നു. ഞാൻ അന്ന് വന്നപ്പോ തന്നെ ഒരു ചെറിയ പൈസ അടിപൊളി സാധനം വരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ക്യാരറ്റ് അല്ലേ? ക്യാരറ്റ് പൊടി എടുത്താണ്. നന്നായി. എത്രയും പെടുന്ന എല്ലാം തീർന്നു പോട്ടെ. അപ്പൊ എല്ലാവരും വരുമ്പോ ഒന്ന് ട്രൈ ചെയ്യണം ഈ സാധനം. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താണ്, നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്തേക്കാം. മേരാജി ബേക്ക് ഹൗസ് ആണ്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് പറയാമോ? ഇവിടെ പലതരത്തിലുള്ള അച്ചാറുകളുണ്ട്, ഹോം മെയ്ഡ് സ്നാക്സ് ഉണ്ട്, പിന്നെ കേക്കുകളും എല്ലാം ഹോം മെയ്ഡ് തന്നെയാണ്. നമ്മൾ വേറെ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ അച്ചാറുകളുണ്ട്: നെല്ലിക്ക, മാങ്ങ, വെളുത്തുള്ളി, നാരങ്ങ, ചെമ്മീൻ, ബീഫ്, ഈന്തപ്പഴം, കേര, മീൻ, അങ്ങനെയുള്ള പലതരത്തിലുള്ള അച്ചാറുകൾ. ഇവിടെ എന്തൊക്കെയുണ്ട്? എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ഇവിടെ മറ്റേ ഉണക്ക നെല്ലിക്ക, പിന്നെ മസാല കൂട്ട്, പപ്പടം, പിന്നെ ഇരുമ്പിൻ്റെ ഐറ്റംസ്, ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി, തവ, ദോശക്കല്ല്, പിന്നെ കത്തി ഐറ്റംസ്, കത്തി മുറിച്ച് വയ്ക്കുന്നത്, പിന്നെ അരം, തേങ്ങ ചെരുവ, പിന്നെ എല്ലാം ഒന്നും കോട്ടിങ് ഇല്ലാത്ത പ്യൂർ ഇരുമ്പിൻ്റെ പാത്രം. കത്തി മുറിച്ച് വയ്ക്കുന്ന സാധനം കാണിച്ചു. ഇതുണ്ട്. പിന്നെ ഇതുണ്ട്, കത്തി മുറിച്ച് വെക്കുന്ന സാധനമാണ്. പിന്നെ എന്റെ പേര് ഹാംലെറ്റ് എന്നാണ് പേര്. സ്ഥലം എടപ്പള്ളിയാണ്. ഇവിടെ എന്തൊക്കെയുണ്ട്? നമുക്ക് ത്രെഡിൻ്റെ മാലകൾ വരുന്നുണ്ട്, അതുപോലെ ഗുങ്കുരുവിൻ്റെ മാലകൾ വരുന്നുണ്ട്, അതുപോലെ കമ്മലുകൾ, ആംഗ്ലെറ്റുകൾ, ത്രെഡിൻ്റെ ബ്രേസ്ലെറ്റ്സുകൾ വരുന്നുണ്ട്, വള ഒക്കെയാണ് പുതിയതായിട്ട് വരുന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഇത് ഓക്സിഡൈസ്ഡ് സിൽവറിൽ വരുന്ന മാലകളാണ്. നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് തന്നെ ചെയ്യുന്ന ഐറ്റം. അതുപോലെ ചിലങ്കയിലൊക്കെ ചെയ്യുന്ന, ചിലങ്കയുടെ മുത്തിലൊക്കെ ചെയ്യുന്ന മാലകളാണ്. മൾട്ടി കളറിലും ചെയ്യുന്നുണ്ട്, അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഐറ്റംസ്.
വെൽക്കം ടു സാറ്റിൻ വേൾഡ് ഓഫ് ഫാബ്രിക്സ്. ഇവിടെ ഉള്ളത് ഡ്രസ് മെറ്റീരിയൽ, നൈറ്റീസ്, കുർത്തീസ്, ഹാൻഡ് എംബ്രോയിഡറി ഉണ്ട്, മെഹന്തി ഡിസൈനിങ് ഉണ്ട്. ഈ പട്ടുപാവടയൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. പിന്നെ കുർത്തീസ് ഉണ്ട്, ടോപ്സ് ഉണ്ട്, ടോപ്പ് ബോട്ടം സെറ്റ് ഉണ്ട്. അടുത്ത സ്റ്റോള് ട്രീസാസ് ആണ്. ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. ആദ്യം ഈ ചേച്ചീനെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ ചേച്ചിയുടെ പേര്? ഷാലി അഗസ്റ്റ്. ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റ് ആണുള്ളത്? സ്കോഷ്, അച്ചാറുകള്, പുളി, വിനാഗിരി, വെറൈറ്റി ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഇന്നലെ കളക്ടർ വന്നിട്ട് എന്താ വാങ്ങിച്ചിട്ട് പോയേ? മാങ്ങ അച്ചാറ് 3 വർഷമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റ് 60 ഔട്ട്ലെറ്റ് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ എല്ലാം കൊണ്ടും 13 വർഷമായിട്ട് ഇന്ന് വരെയും നമുക്കൊരു കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ കച്ചവടം പോകുന്നുണ്ട്. ഇതാണ് ഇന്നലെ കളക്ടർ വാങ്ങിച്ചിട്ട് പോയ അച്ചാർ. ോട്ട് പോകാം. അടുത്ത സ്റ്റോള് ശ്രീഭദ്ര ഡോർമാറ്റ്സ് ആൻഡ് കാർപ്പറ്റ്സ് ആണ്. ഇതിന്റെ ഓണർ ചേച്ചി. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് സംഗീത. ഇവിടെ എന്തൊക്കെയാണുള്ളത്? പിന്നെ ചവിട്ടികളുണ്ട്, പിന്നെ പില്ലോകളുണ്ട്, പിന്നെ കാർപ്പറ്റുകളുണ്ട്. ഇതെല്ലാം നമ്മൾ സ്വയം വീട്ടിൽ തന്നെ ഇത് ചെയ്യുന്നതാണ്. കോട്ടൺ വേസ്റ്റ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. പില്ലോയും കുഷനും കോളറും ഉണ്ട്. അതെല്ലാം സ്വയം വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുന്നതാണ്. വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്താ ഇതിന്റെ പേര്? സംരംഭത്തിന്റെ പേരെന്താ? ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഇവിടെ എല്ലാം കൂട്ടമുണ്ട്. കൊട്ടയുണ്ട്, മുറമുണ്ട്, തൊട്ടിയുണ്ട്, വിളവണക്ക്, പിന്നെ ചപ്പാത്തി കൊട്ട, പൂത്തൊട്ടി, ഉപ്പുവെള്ളക്ക്, സർവ്വ സാധനമുണ്ട്. നിലവിളക്കുണ്ട്. ഇതൊക്കെ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ്. തൂക്കുവിളക്ക്, ചെറിയ നിലവിളക്ക്, പിന്നെ കുറെ വെറൈറ്റി ആയിട്ട് അടച്ചു വെക്കാൻ പറ്റിയ കൊട്ട, ചെറിയ ഫ്ലവർ വേസ്, പൂക്കൊട്ട, നല്ല വേറൊരു സാധനം കണ്ടല്ലോ, ഫ്ലവർ വേസ്, വേസ്റ്റ് ബാസ്ക്കറ്റ്, അടച്ചു വെക്കാൻ പറ്റിയതാണ്. മുറമൊക്കെ ഉണ്ട്. എന്താ പേര്? ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? ഇവിടെ തേനിന്റെ പ്രൊഡക്റ്റ് ആണ് കൂടുതലായിട്ടുള്ളത്. തേനും തേനിന്റെ മെഴുക് വെച്ചിട്ടുള്ള ക്രീം, ലിപ് ബാം, കാൻഡിൽസ് എല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പ്രൊഡക്റ്റ് ഒക്കെ. ഐദ ഹെന്ന സാറിന്റെ? ഐദ ഹെന്ന അത് എൻ്റെ ഓൺ പ്രൊഡക്റ്റ് ആണ്. മറ്റേത് ഞങ്ങൾ മിക്സ്ഡ് ആണ്, ഹസ്ബൻഡ് ഞാൻ മിക്സ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ മൈലാഞ്ചി ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ബ്രൈഡൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഇതിൽ ഐദ ഹെന്നയും കൊണ്ടുപോകുന്നു. ഓക്കെ. അടുത്തത് വാവീസ് പിക്കിൾസ് ആണ്. പേരെന്താ? ശബന. എവിടെയാണ് സ്ഥലം? കമ്മന. ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? ഇവിടെ ഹോം മെയ്ഡ് പിക്കിൾസ്, വെജിറ്റബിൾസ് ഒന്നും ചേർക്കാത്ത ഹോം മെയ്ഡ് പിക്കിൾസ്. പിന്നെ ഈ ഗീ ഒക്കെയാ? ഗീ ഉണ്ട്, എൻ്റെ കസിൻ്റെ എനിക്ക്. അതും ഹോം മെയ്ഡ് തന്നെ, തൃശ്ശൂർ അവർ ചെയ്യുന്നതാണ്. അടുത്തത് വർഷാസ് ഹെർബൽ ഹാർമണി ആണ്. ഇവിടെ എന്തൊക്കെയാ പ്രോഡക്ട്സ് ഉള്ളതെന്ന് കാണിച്ചു തരാം. നീലയമരി പൗഡർ, ഇത് നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ ആണ്. പിന്നെ അലോവേര ജെല്ല്, ഓർഗാനിക് ലിപ് ബാം, ഇത് പല ഷെയ്ഡിലുണ്ട്. ഇത് സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണ്. ഇത് അലോവേരയുടെ ഫേസ് വാഷ് ആണ്, നാച്ചുറൽ ആണ്. ഇത് മഞ്ചിഷ്ട ഫേസ് വാഷ് ആണ്.
ഹെയർ ഓയിലാണ്. പിന്നെ നാച്ചുറൽ, അടുത്തത് കരിഞ്ജീരകത്തിന്റെ എണ്ണയാണ്, നല്ലതാണത്. പിന്നെ ഇത് ചെമ്പരത്തിയുടെ താളിയുടെ ഷാമ്പു ആണ്. സാറിന്റെ അടുത്തേക്കാണ് വന്നേക്കുന്നത്. ഹോംലി പിക്കിൾസ്. പേരെന്താ? ഇവിടെ എവിടെയാ വീട്? ആലുവ 4-ാം മൈൽ. ഇവിടെ എന്തൊക്കെ അച്ചാറുകളാ ഉള്ളത്? ഇവിടെ മാങ്ങയുണ്ട്, നാരങ്ങയുണ്ട്, നെല്ലിക്ക, ഈന്തപ്പഴം, പൈനാപ്പിൾ, ഈന്തപ്പഴം, നാരങ്ങ, ഫിഷ്, ഇഞ്ചിപ്പുളി, ഇതെല്ലാം. പിന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഇതെല്ലാം അച്ചാറുകളുണ്ട്. ഇതെല്ലാം സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ ആയിട്ട് എന്താ ഉള്ളത്? സ്പെഷ്യലായിട്ട് നമ്മുടെ ഈന്തപ്പഴം കൊണ്ടുള്ള അച്ചാറുകൾ സ്പെഷ്യലാണ്. പിന്നെ നമ്മുടെ ഫിഷ്, ഇതെല്ലാം നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള അച്ചാറുകളാണ്. ഫിഷ് അച്ചാറാണിത്. പിന്നെ ബീറ്റ്റൂട്ട് അച്ചാർ, ഈന്തപ്പഴം കൊണ്ടുള്ളത്, ഈന്തപ്പഴം, പൈനാപ്പിൾ, ഈന്തപ്പഴം, നാരങ്ങ, ഇതൊക്കെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള അച്ചാറുകളാണ്. റേഡിയോ റേഡിയോ ഇതാണ് റേഡിയോ. ചിരട്ട കൊണ്ടുള്ള റേഡിയോ. എല്ലാ ഐറ്റംസുകള്, പിന്നെ ചിരട്ട കൊണ്ടുള്ള ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ചിരട്ടപ്പുട്ടുണ്ടാക്കുന്നത്, പിന്നെ കപ്പ്, ഉപ്പുപാത്രം, പുട്ടുപാത്രം, ജഗ്, കിണ്ടി, നിലവിളക്ക്, മയില്, ആദിവാസി അതായിരിക്കുന്നു, ആന,